ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ക്ലീനിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ കുറേ കാലമായില്ലേ ക്ലീനിങ് വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും മഴക്കാലവും കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ വീടിൻ്റെ പുറത്തുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഭയങ്കര ഈച്ചശല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പൂച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഈ ഭാഗം കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ക്ലീൻ ചെയ്തിടാം. ഇവിടെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എന്താ പറയുക ഉണങ്ങാനിടുന്നത് ഇവിടെയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ആയതാണ്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ സാധാരണ ഇവിടെ എല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ ഈ ഒരു ഏരിയ മാത്രമാണ് മെയിനായിട്ട് ഇന്ന് ക്ലീനിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാനിതുപോലെ ഇടയ്ക്ക് കിട്ടി കുറച്ച് സമയം കൊണ്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫുള്ള് വിശദീകരിച്ച് ചെയ്യാനുള്ള സമയം ഇതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു കുട്ടി കുറച്ച് നേരം അമ്മാമ്മയുടെ ഒപ്പം ഇരിക്കുന്ന സമയത്താണ് ഞാനത് വേഗം ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളീപ്പോൾ അടിച്ച് വാരി കൂട്ടുന്നത് നമ്മൾ അച്ഛൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കട്ട് പീസുകളും കാര്യങ്ങളും. അച്ഛൻ്റെ ടൈലറിങ് ഷോപ്പാണ്. അപ്പോൾ നമ്മളിത് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. അത് അടുപ്പിൽ കത്തിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ചാക്കിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ കുറേ അവിടെ വീണ് പോയി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിടെ അങ്ങനെ കുറേ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് കുറേ ദിവസമായി. അപ്പോൾ അത് ഞാനാദ്യം കുറച്ച് വാരി ഒരു ചാക്കിൽ തന്നെ കെട്ടി നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അത് കാരണം കത്തിക്കാൻ ആവശ്യമുള്ളതാണ്. അത് കാരണം കളയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പനിയും ജലദോഷം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും. അങ്ങനെ സൗണ്ട് ഇത്തിരി വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊരു ചാക്കിൽ കെട്ടിയിട്ട് അവിടെ തന്നെ വെച്ചു. നമുക്കിനി ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്, കളയുന്നൊന്നുമില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ കുറച്ചൊന്നും കൂടി അടക്കി പറക്കി വൃത്തിയിൽ വെച്ചു. നമുക്കൊന്നും കളയാൻ പറ്റില്ല, കുറേ വളം അതുപോലെ ഇങ്ങനെ കട്ട് പീസുകളുടെ ചാക്കുകൾ തന്നെയാണ്. ബാക്കി കുറച്ച് അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകളും കാര്യങ്ങളും ഇങ്ങനെ അടിച്ച് മാറ്റി കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സ്കൂട്ടറാണ് കേട്ടോ. ഇത് കുറേ ഒരു പുരാവസ്തു പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കഥയുണ്ട്. ഇത് ചേട്ടൻ ഇതുപോലെ നമ്മളിത് കുറേ വിറ്റു കളയാതെ വിചാരിക്കുന്നു. പക്ഷേ ചേട്ടന് സമ്മതിക്കുന്നില്ല. ചേട്ടന് ഇതൊരു ഭയങ്കര എന്തൊരു അറ്റാച്ച്മെൻറ്റ് അതിനോട്. അത് കാരണം അതങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകുന്നൊന്നുമില്ല തൽക്കാലത്തേക്ക്. കാരണം എനിക്കത് സമയമില്ല, അങ്ങനെ വിശദീകരിച്ചിട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ആ നിലം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നമുക്കറിയാം വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ള വീട്ടുകളിലാണെങ്കിലും ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈച്ചയുടെ ശല്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു നമ്മുടെ ഈ ഡ്രസ്സമ്മയൊക്കെയാണ് ഈച്ചയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ മഴക്കാറുണ്ടായിരുന്നു, നല്ല വെയിലുള്ള സമയത്താണ് സത്യം പറഞ്ഞാൽ വൃത്തിയാക്കി പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ കേട്ടോ. ഭാഗ്യത്തിന് ഞാൻ വൃത്തിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി. അത് കാരണം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഉണങ്ങിയില്ലെങ്കിലൊരു അതിങ്ങനെ വെള്ളം കെട്ടി കിടന്ന ഒരു പൊട്ടം മണം വരും കേട്ടോ. ഷീറ്റിട്ട കാരണമാണ് പെട്ടെന്ന് സൺലൈറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണങ്ങി പോവില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ച് സോപ്പ് പൊടി ഇടുന്നുണ്ട്. സോപ്പ് പൊടി ഇട്ട് കഴുകും വളരെയധികം ശ്രദ്ധിക്കണം. വേറെ ഒന്നല്ല, പെട്ടെന്ന് വഴിക്ക് വീഴും കേട്ടോ. പക്ഷേ സോപ്പ് പൊടി ഇട്ടാലും നല്ല രീതിയിൽ വൃത്തിയായി കിട്ടുള്ളൂ. അത് കാരണം ഞാൻ പെട്ടെന്ന് കഴുകേണ്ടത് കൊണ്ടും സമയമില്ലാത്ത കാരണം സോപ്പ് പൊടി തന്നെ ഇട്ടു. പിന്നെ വേഗം അടിച്ചെടുക്കുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു വലിയ ലോങ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പണ്ടൊക്കെ നമ്മളിതുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ, ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, ഓണം വിഷു അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് വേഗം ഇതെല്ലാം ഈ മൊത്തത്തിൽ വൃത്തിയാക്കി അടിച്ച് വാരി വൃത്തിയാക്കാറുണ്ട്. അടിച്ച് വാരില്ല, ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാറുണ്ട്. ഇപ്പം ഞാൻ സമയമൊന്നും കിട്ടാറില്ല, വല്ലപ്പോഴൊക്കെ ഒന്നും ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും കിട്ടിയൊരവസരമാണ്. തോന്നുമ്പോൾ ചെയ്യണം, തോന്നുമ്പോൾ ചെയ്തില്ലെങ്കിൽ നടക്കില്ല. അതാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും, അപ്പോൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ മടി പിടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും കിട്ടിയ ഒരു ഇതിൽ വേഗം അങ്ങ് ചെയ്ത് തീർക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിലാണ് ചെയ്ത് തീർത്തത്. അപ്പോഴേക്ക് തന്നെ തുറുക്കുട്ടി വന്നാൽ പിന്നെ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല എന്നല്ല, അവൾ സമ്മതിക്കില്ല. അപ്പോൾ അവളുടെ ഒപ്പം ഉണ്ടാവണം. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ആദ്യം തന്നെ സോപ്പ് പൊടിയിട്ട ശേഷം നല്ല രീതിയിൽ ആ ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ച് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചളി ഇളകാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ചളി വരില്ല. മെയിനായിട്ട് ഈ വണ്ടി കയറി ഇറങ്ങുന്നതും പിന്നെ ഈ പൂച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവരുടെ വല്ല അങ്ങനെയുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നല്ല രീതിയിലൊന്ന് ഉരച്ച് കളയുന്നുണ്ട് കേട്ടോ. കുറച്ച് ശക്തി എടുത്ത് ഉരയ്ക്കണം. കാരണം ഈ ടൈലിനൊരു പ്രത്യേക ഡിസൈനാണ്. ആ ഡിസൈനിൻ്റെ ഉള്ളിലാണ് ചളി കയറിയിരിക്കുക. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല രീതിയിലൊരു ഉരച്ചാലാണത് പോവുള്ളൂ. കാരണം ചളി ഇങ്ങനെ ഇളകി പോകുന്നത് കാണാം. എന്നിട്ടും ഉണ്ട് ചളി. കുറച്ചും കൂടി നേരം ഒന്നും കൂടി വിശദീകരിച്ച്, പക്ഷെ അതിനുള്ള
ത്രാണി എനിക്കില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം എനിക്ക് പനി വന്നു, ധ്രുക്കുട്ടിക്ക് പനി വന്നു, അങ്ങനെ വീട്ടിലെല്ലാവർക്കും പനി വന്നങ്ങ് ഒഴിഞ്ഞു പോയതാണ്. അപ്പോൾ അത് കാരണം എനിക്ക് അത്ര എനർജിയൊന്നുമില്ല. അപ്പോൾ അത് കാരണം നല്ല ഇത് വെച്ചിട്ടാണ് കേട്ടോ, നല്ല ഇതിലാണ് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ഉരച്ച് കളയുന്നുണ്ട്. അതിനിടയിൽ 2-3 തവണ വീഴാനും പോയിട്ടാ. അപ്പം നമ്മൾ സാധാരണ ക്ലീനിങ് വീഡിയോസിൽ ഞാൻ നമ്മുടെ അകം ക്ലീൻ ചെയ്യുന്ന വീഡിയോസാണ് ഇടാറ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. കുറച്ചൊരു സ്പേസ് മാത്രമാണ് വൃത്തിയാക്കുന്നത്, പക്ഷേ അതൊരു ആ ഒരു കുഞ്ഞ് ഏരിയ ഒരു വൃത്തിയായി കിട്ടി അതോടുകൂടി കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നുണ്ട്. മതിൽ കാര്യങ്ങളൊക്കെ ധ്രുക്കുട്ടി കുറച്ചും കൂടി ചെറിയ ഉണ്ണിയായിരിക്കുമ്പോൾ വരച്ചിട്ടുള്ള കാര്യം കേട്ടോ. ധ്രുക്കുട്ടി വരച്ചതല്ല, അവളുടെ അച്ഛനായിട്ടുകൾക്ക് വരച്ച് കൊടുത്ത കുറേ ചിത്രങ്ങളും കാര്യങ്ങളും മതിലുമ്പോൾ കാണാം. അപ്പോൾ മെയിനായിട്ട് ഇവിടുന്ന് വെള്ളം ഒഴുകി ഒത്തിരി പാടാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് ഇതിങ്ങനെ കെട്ടി നിൽക്കണ കാരണം പുറത്തേക്ക് ഒഴുകി വെച്ചിട്ട് പാടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉരച്ച് ആ വെള്ളം അങ്ങോട്ട് തള്ളി കളഞ്ഞാൽ തന്നെ വെള്ളം പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ തന്നെ കെട്ടിക്കിടത്ത് വേറെ പൊട്ട മണവും വരും, അതും കാര്യമാണ്. അപ്പം ഞാൻ സത്യമാനെ പേടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ദൈവമേ ഇനി മഴ പെയ്ത് വെയിലില്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളം കിടന്നിട്ട് വേറൊരു മണം വരും. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ക്ലീൻ ചെയ്തൊരു പകുതിയായപ്പോൾ തന്നെ ഉണ്ടല്ലോ വെയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഈ സമാധാനമായിട്ടാണ്. കുറച്ച് നേരമെങ്കിലും വെയിൽ കിട്ടി കഴിഞ്ഞാൽ മേലത്തെ ഷീറ്റ് ചൂടായി തന്നെ അവിടെ ഉണങ്ങി കിട്ടും. ഞാൻ കുറച്ച് ഫിനോയിലും ഡെറ്റോളും എനിക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ കൊടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ കുറച്ചും കൂടി ഒരു ഇതായിക്കോട്ടെ ചോദിച്ചാൽ ഈച്ചയൊക്കെ ആണെങ്കിൽ പൊക്കോട്ടെ, കുറച്ചും കൂടി മണത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയ മാത്രമാണ് നമ്മൾ തുറന്ന് കിടക്കുന്ന ആ ഒരു ഏരിയയും പിന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഏരിയ ഒന്നും ഞാൻ ക്ലീൻ ചെയ്തില്ല. ഈ ഒരു ഏരിയ തന്നെയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്തത്. പിന്നെ മെയിനായിട്ട് ധ്രുക്കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ കളിക്കാനൊക്കെ നോക്കും കേട്ടോ. അവളാണെങ്കിൽ ചെരുപ്പിടാണ്ടൊക്കെയാണ് ചിലപ്പോൾ വരിക. അപ്പോൾ നമുക്ക് എത്ര കുട്ടികളെ പിടിച്ച് തളച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അവർക്ക് അവരുടെ ഇതിന് ഇട്ട് കൊടുക്കണം, പോകണം. അപ്പോൾ അത് കാരണം ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് അതുകൊണ്ടൊരു കാരണമാണ്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അവിടേക്ക്. അപ്പം മഴക്കാലമൊക്കെ കാരണം ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വൃത്തി കുറവായിട്ട് തോന്നിയ കാരണമാണ് കേട്ടോ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ചില സമയം നമ്മൾ ആരെങ്കിലുമൊക്കെ വെച്ചും ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ, ഇവിടെ ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്, വൃത്തിയാക്കും. ഇടയ്ക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് വൃത്തിയാക്കിപ്പിക്കാറുണ്ട്. ഇപ്പോൾ കുറേ കാലമായതും ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ ഞങ്ങൾ തള്ളി കളയണം കേട്ടോ വെള്ളം. അവിടെ അങ്ങോട്ട് ചെറിയൊരു ഓവ് പോലെ ഉണ്ട്, അതുകൂടെ വെള്ളം പോകണം. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ചെടികൾ ഇങ്ങനെ മതിലിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടപ്പോൾ ഞാൻ അത് പറിച്ച് കളഞ്ഞതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറച്ച് മറ്റേ ചൊറിയുന്ന പുഴുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്നും കൂടി നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ്. ഈ സോപ്പ് പൊടി ഇടുമ്പോഴത്തെ ഒരു വേറെ പ്രശ്നം എന്താ വെച്ചാൽ സോപ്പ് പൊടി പോവാൻ ഭയങ്കര പാടാണ്. കുറേ വെള്ളം ഒഴിച്ചാലാണ് അത് പോവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ അത് പതഞ്ഞ് പിന്നെയും പതഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുത്ത് ഒന്നും കൂടി ഒരു ഫൈനൽ ടച്ച് പോലെ വെള്ളം ഒന്നും കൂടി ഒഴിച്ച് തള്ളി കളയുന്നുണ്ട്. അങ്ങനെ ആ ഭാഗം അത്യാവശ്യം നീറ്റായിട്ടാണ്. അപ്പോൾ ഞാനിത് സ്കൂട്ടി മാറ്റിയിട്ടാണ് കേട്ടോ അവിടെ കഴുകുന്നത്. അപ്പോൾ ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ അവിടേക്ക് തള്ളി ഒളിപ്പിച്ച് വിടുന്നുണ്ട്. കാരണം ആ ഏരിയയിലൊക്കെ ഇനി കഴുകാനുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനത് പിന്നെ സമയമില്ലാത്ത കാരണമാണ് ഞാൻ അവിടെ നിന്ന് കഴുകാഞ്ഞത്. കഴുകി തുടങ്ങി കഴിഞ്ഞാൽ എവിടെയും നിൽക്കില്ല. അത് കാരണം ഞാൻ പിന്നെ ഈ ഒരു ഏരിയ മാത്രം കേന്ദ്രീകരിച്ചാണ് ക്ലീനിങ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ പൂച്ചകൾ ഇവിടെ ഉണ്ട്, പൂച്ചകൾക്ക് ഈ ഭക്ഷണമൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഈ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് കിടന്നിട്ടും അവിടെ ഈച്ചകളൊക്കെ അങ്ങനെ വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ഈ സ്കൂട്ടിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതുമുള്ള പൊടി ഒന്ന് പൊക്കോട്ടെ വിചാരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ തന്നെ തുണിയൊക്കെ എന്താ പറയുക ഉണക്കാട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അത് കാരണമാണ് ഞാൻ കഷ്ടപ്പെട്ട് ഉണക്കാട്ടതായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ തുണികളൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൂട്ടിയിട്ടിട്ടാണ് കേട്ടോ അത് വൃത്തിയാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നടക്കില്ല. പിന്നെ നമ്മൾ നാളേക്ക് മാറ്റി വെച്ചപ്പോൾ അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ കുറേ വട്ടം ചിന്തിച്ചു ഇന്ന് ചെയ്യണ്ടേ കുറേ വട്ടം ചിന്തിച്ചു അന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്ത് തുടങ്ങി പിന്നെ എന്നെ പിടിച്ച് കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവില്ല ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പിന്നിലേക്കുള്ള ഒരു ഏരിയ. ഇവിടെയാണ് അടുപ്പ് കാര്യങ്ങളൊക്കെ ഒരു വർക്ക് ഏരിയ പോലുള്ള ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള ഓപ്പണിംഗ് ആണ്. അപ്പോൾ അവിടേക്കാണ് മെയിനായിട്ട് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെയൊക്കെ ചെയ്യാറുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെയൊക്കെ നല്ല രീതിയിൽ ചളിയും അതുപോലെ തന്നെ ഈച്ച ശല്യം ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നല്ല രീതിയിൽ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉരച്ച് ഇവിടെ ഇത്തിരി സ്ലോപ്പുള്ള കാരണം പിന്നെയെങ്കിലും വെള്ളം ഒഴുകി പോകും. പിന്നെ ഞാൻ പൈപ്പ് വഴി വെള്ളം ഇങ്ങനെ ഒഴിച്ച് വിട്ടുകൊണ്ടിരുന്നപ്പോൾ വെള്ളം നമ്മൾ പെട്ടെന്ന് ഞാൻ ഉരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴുകി പോകുന്നുമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചളിയും പോകും.
പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഈ സ്കൂട്ടറും കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് കഴുകണമായിരുന്നു കേട്ടോ. കാരണം ഇതിങ്ങനെ പുരാവസ്ഥ പോലെ ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കുന്നൊന്നുമില്ല. കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ കുറേ പേര് ചോദിച്ചൊക്കെ വന്നു വിൽക്കാൻ വേണ്ടി, വാങ്ങാൻ വേണ്ടി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കാത്ത കാരണം അതങ്ങനെ അവിടെ കിടക്കുകയാണ് കേട്ടോ. ആൾക്കതുകൊണ്ട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്, ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അത് കാരണം അത് അവരങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധ്രുക്കുട്ടി താഴത്തേക്ക് അപ്പോഴേക്കും വന്നു, അമ്മമ്മയുടെ ഒപ്പം നിന്ന് വന്നു. പിന്നെ വേഗം അവളുടെ അടുത്തേക്ക് പോകണം, അവളല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, എന്നെ അന്വേഷിച്ച് വരും. അപ്പോൾ അതിന് മുന്നേ തീർക്കണം എന്നുള്ള സെറ്റപ്പായിരുന്നു. അപ്പോൾ അതാ ആ ഭാഗം ഒന്ന് വേഗം ഉരച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഇപ്പോൾ കുറേ പേരായിട്ട് വ്ളോഗ്സ് ഇടാനൊക്കെ പറയാറുണ്ട്. എനിക്ക് വ്ളോഗ് ഇടാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. വ്ളോഗ് ഇടാനല്ല, വ്ളോഗ് ചെയ്യാനുള്ള മടിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ എന്തായാലും വ്ളോഗ് എടുത്ത് കളയാം, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. കുറേ വ്ളോഗ് ഇട്ടിട്ട്, പ്രത്യേകിച്ച് ക്ലീനിങ് വ്ളോഗ് ഇട്ടിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ചൂല് വെച്ചിട്ട് വേഗം വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാനിങ്ങനെ അടിക്കും തോറും സോപ്പ് പത പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സോപ്പ് പൊടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അടിക്കും തോറും സോപ്പ് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ വിചാരിച്ചു പെട്ടു തിന്ന് തീർന്നു തോന്നണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എനിക്ക് തലചോറിൻ്റെ ദൈവമേ തീരുന്നില്ലല്ലോ ഈശ്വരാന്ന്. അങ്ങനെ വേഗം അവിടെ നിന്ന് അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഈ ഒരു ഭാഗം തന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ വെള്ളം ഫുൾ അങ്ങോട്ട് കളയണം. അതൊരു പാട് പിടിച്ച പണിയാണ്. നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ അവിടെ നിന്ന് ഒഴുകി പോകണമല്ലോ. അപ്പോൾ അതൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ അതായത് എനിക്കും ക്ലീനിങ് വ്ളോഗ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും ക്ലീനിങ് വ്ളോഗ്സിനോട് ഒരു താല്പര്യമാണ്. എല്ലാം കഴിഞ്ഞത് ഈ ഒരു പോയിന്റിലേക്കാണ് വെള്ളം എത്തുന്നത്. ഈ പോയിന്റിൽ നിന്ന് നമ്മളിനി ക്ലീൻ ചെയ്തിട്ട് കളയണം. അപ്പോൾ ഇവിടെ എന്തായാലും ആ ഒരിക്കനോട് കൂടിയിട്ട് വെള്ളം കൂടി തള്ളി വിടാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതങ്ങനെ അവിടെ ഒത്തിരി ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം എന്തോ ഒരു പാടാന്ന് പറയുമോ. ആ ഓവ് ശരിക്കൊരു ഓപ്പണിങ് ഇല്ല, സ്ലോപ്പല്ല. അത് കാരണം വെള്ളം നമ്മൾ തള്ളിയേ തന്നെ പോവുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ടും ഇതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി കുറേ മടിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു വിധത്തിൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. സൗണ്ട് സത്യം പറഞ്ഞാൽ വയ്യ, പക്ഷേ ഇന്ന് ചെയ്താൽ ഇങ്ങനെ ചെയ്യില്ലെന്ന് തോന്നിയോണ്ടാണ്. കുറേ പേര് അന്വേഷിക്കാറുണ്ട്, കുറേ പേര് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും പേര് അന്വേഷിക്കാറുണ്ട് വ്ളോഗ്സ് എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കാണുമ്പോൾ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില മടികൾ കാരണമാണ് ഞാൻ വ്ളോഗ്സ് ഇടാത്തത്. നമുക്ക് ആ ഒരു ഇത് കിട്ടണം, ആ ഒരു ഇത് കിട്ടിയാലാണ് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. പിന്നെ നമുക്കിതുപോലെ വ്യൂസ് കുറയുമ്പോഴൊക്കെ അപ്പോഴും നമുക്ക് മാനസികമായിട്ട് വ്ളോഗ് ഇടണ്ടെന്നൊരു തോന്നലാണ് കേട്ടോ. അതുണ്ട്. ഞാനങ്ങനെ ഒരു വിധത്തിൽ വെള്ളമൊക്കെ അങ്ങ് തള്ളി കളഞ്ഞ് ഒരു വിധമാക്കി. പിന്നെ വെയിലുള്ള കാരണം സന്തോഷമുണ്ട്, വേഗം ആ ഭാഗത്തെ വെള്ളമൊക്കെ വറ്റി പൊക്കോളും എന്നുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയും കുറേ ഞാൻ നോക്കുമ്പോൾ സോപ്പ് പത പിന്നെയും നിൽക്കണം. അപ്പോൾ അത് കാരണം പിന്നെയും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് ചൂലുകൊണ്ട് തന്നെ അങ്ങ് അടിച്ച് വാരി അങ്ങോട്ട് കളഞ്ഞു കിട്ടാ വെള്ളം. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വെള്ളം പോകാത്തതേ. അത് നമ്മൾ ഈ ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട്, ഈ ടൈലൊക്കെ ഇടുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. ഈ പണി ചെയ്യുന്ന ആൾക്കാരതൊരു വൃത്തിയിൽ ചെയ്തു പോയെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവാനില്ല കേട്ടോ. അങ്ങനത്തെ പണിക്ക് കഴിഞ്ഞ് ഈ പണി സാധനങ്ങളൊക്കെ അതിൻ്റെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എനിക്കൊരു കാര്യമുണ്ട്, നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യാൻ ഉപയോഗിച്ച എല്ലാ സാധനവും നീറ്റാക്കി എല്ലാം വെക്കണം. അത് നമ്മൾ അടുക്കളയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യുകയാണെങ്കിൽ അപ്പം എല്ലാം നീറ്റാക്കിയിട്ട് ചെയ്ത് പോവുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിച്ചു വാരിയിട്ട് പിന്നെ അത് അങ്ങനെ ചെയ്യില്ല, എല്ലാം അപ്പം തന്നെ നീറ്റാക്കി പോവും. അപ്പോൾ ഞാനങ്ങനെ അടിച്ച് വാരി കളഞ്ഞപ്പോൾ അവിടെ കുറച്ച് ചളിയൊക്കെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒന്നുകൂടി അടിച്ച് കഴുകാണ് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചിട്ടല്ല ചെയ്തത്, അത് കാരണം ഞാൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ മറന്നു പോയതാണ്. അങ്ങനെ അതൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങിയാലാണ് അതിൻ്റെ ഒരു വൃത്തി ഭംഗി കാണുള്ളൂ കേട്ടോ. ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് ഉണങ്ങി കിട്ടിയത്. നമുക്കൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടിയത്. പിന്നെ നമ്മൾ വണ്ടികളൊക്കെ അപ്പം തന്നെ ഞാൻ പാർക്ക് ചെയ്തില്ല, തിരിച്ച് വെച്ചില്ല, കാരണം ഉണങ്ങാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ വെച്ചു. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല സെറ്റാക്കിയിട്ട് ഇത് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ. ഞാൻ ഉണങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നത് വിചാരിച്ച് വിട്ടുപോയി. എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയി. അതിന് ശേഷം വണ്ടിയൊക്കെ തിരിച്ചിട്ടും എല്ലാം നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.